കുഞ്ഞികൃഷ്ണന്റെ പ്രസ്താവന അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന എം.വി. ജയരാജൻ കുഞ്ഞികൃഷ്ണനെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. കുഞ്ഞികൃഷ്ണൻ ശത്രുക്കളുടെ കോടാലി കൈയായി എന്ന് പറയുന്നു. അതുപോലെ തന്നെ MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അംഗീകരിക്കാൻ സാധിക്കില്ല, അത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുകൂടി എം.വി. ജയരാജൻ പറയുന്നുണ്ട്. ഏതായാലും പയ്യന്നൂർ പാർട്ടി ഫണ്ട് തട്ടിപ്പ് കേസിലാണ് എം.വി. ജയരാജന്റെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. നിഖിൽ അളവൂരാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്. നിഖിൽ, കുഞ്ഞികൃഷ്ണനെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെ എം.വി. ജയരാജൻ പറയുന്നു. ഇന്നലെ പറഞ്ഞതിൽ നിന്നും കുറച്ചും കൂടി കടുപ്പിച്ചാണ് എം.വി. ജയരാജന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ശത്രുക്കളുടെ കയ്യിലെ കോടാലി കൈയായി മാറി എന്നതടക്കം ഉള്ള കാര്യമാണ് പറയുന്നത്. എന്തായാലും കണ്ണൂരിൽ ഇത് വലിയ തരത്തിൽ നേതൃത്വത്തിനുള്ളിൽ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ എം.വി. ജയരാജൻ ഇപ്പോൾ ഇന്ന് ഏത് രീതിയിലാണ് പ്രതിരോധിക്കുന്നത്? തീർച്ചയായും ഏതായാലും കുഞ്ഞികൃഷ്ണനെതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പിച്ച് പറയുക തന്നെയാണ് എം.വി. ജയരാജൻ ചെയ്യുന്നത്. നമ്മൾ രാവിലെ മുതൽ പറയുന്നതും അത് തന്നെയാണ്. CPIM-നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിനെതിരെ, നിലവിൽ ഉള്ള ഒരു MLA-ക്കെതിരെ, വീണ്ടും മത്സരിച്ചേക്കുമെന്ന് സൂചനയുള്ള ഒരു വ്യക്തിക്കെതിരെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ കർശനമായ ഏറ്റവും ഉയർന്ന നടപടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് CPIM-ന് മുന്നിലുള്ള വഴി. ആ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയുക തന്നെയാണ് എം.വി. ജയരാജൻ ചെയ്യുന്നത്. നമ്മൾ ആ കാര്യം അദ്ദേഹത്തോട് ഇപ്പോൾ അല്പസമയം മുൻപ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ നമ്മൾ ചോദിച്ചത് കുഞ്ഞികൃഷ്ണനെതിരെ നടപടി ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ നടപടി ഉണ്ടാകുമെന്ന് കുഞ്ഞികൃഷ്ണൻ തന്നെ പറഞ്ഞല്ലോ എന്നതാണ് എം.വി. ജയരാജൻ ആദ്യം പറഞ്ഞത്. പിന്നീട് പറഞ്ഞത് ഒരു തരത്തിലും ഇത്തരം നടപടികൾ, ഇത്തരം പ്രതികരണങ്ങൾ അംഗീകരിക്കാനാവില്ല എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ ഈ കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങളെല്ലാം തന്നെ പ്രതിരോധിക്കുന്നുണ്ട് എം.വി. ജയരാജൻ. അദ്ദേഹം ഓരോ കാര്യങ്ങളായി ഈ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് ഒരു നയ പൈസ പോലും ആരും കൃത്രിമം കാണിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയുകയാണ് എം.വി. ജയരാജൻ ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ കുഞ്ഞികൃഷ്ണൻ തന്നെ ഉൾപ്പെട്ട ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തതാണ്, അദ്ദേഹത്തെ ഉൾപ്പെടെ ബോധ്യപ്പെടുത്തിയതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വീണ്ടും ഇത്തരം ഒരു ആരോപണവുമായി രംഗത്തെത്തുന്നത്, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എത്തുന്നത്, അത് രാഷ്ട്രീയ എതിരാളികളുടെ കയ്യിലെ കോടാലിയായി കുഞ്ഞികൃഷ്ണൻ മാറുന്നതിൻ്റെ സൂചനയാണ് എന്ന് തന്നെയാണ്. ഒപ്പം തന്നെ ഈ കുഞ്ഞികൃഷ്ണൻ പുറത്തിറക്കാനിരിക്കുന്ന പുസ്തകത്തിൽ ചില തെളിവുകളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ തെളിവുകളൊക്കെ പുറത്തു വരട്ടെ, ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങളിലൊന്നും പേടിയില്ല എന്ന് പറയുന്നു. മറ്റൊന്ന് അദ്ദേഹത്തോട് ചോദിച്ചത്, ഈ ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ആരോപണം നിലനിൽക്കുമ്പോൾ അതിൻ്റെ കണക്ക് കൃത്യമായി പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താമല്ലോ CPIM-ന് എന്നുള്ളതാണ്. അപ്പോൾ എം.വി. ജയരാജൻ പറയുന്നത് അതിനൊന്നും യാതൊരു തടസ്സവുമില്ല, പാർട്ടിക്കകത്ത് കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഉള്ള കമ്മിറ്റിയിൽ തന്നെയാണ് ഈ കണക്കുകൾ അവതരിപ്പിച്ചത്. ഏതെങ്കിലും ഘട്ടത്തിൽ അത് ആവശ്യമാണെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിലും എത്ര തുക കിട്ടി, എത്ര ചെലവായി തുടങ്ങിയ കാര്യങ്ങൾ പറയാനും ആ പാർട്ടിക്ക് മടിയില്ല എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. നിഖിൽ, ഏതായാലും നടപടി ഉണ്ടാകും എന്ന് പറയുന്നു. ഇവിടെ ഇപ്പോൾ മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത്, ഈ ഒരു ഫണ്ട് തിരിമറി ആരോപണത്തിന് പിന്നാലെ കണ്ണൂർ പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച് ഫ്ലെക്സ് ബോർഡ് ഉയർന്നിരിക്കുകയാണ്. VS അച്യുതാനന്ദന്റെ ഫോട്ടോയ്ക്കൊപ്പമാണ് കുഞ്ഞികൃഷ്ണന്റെ ചിത്രം കൂടി ഉയർത്തിയിരിക്കുന്നത്. പയ്യന്നൂർ തായ്നേരിയിലാണ് ഈ ഒരു ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. അക്കാര്യത്തിലും എം.വി. ജയരാജന് മറുപടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഈ ഒരു ഫ്ലെക്സ് ഉയർത്തിയിരിക്കുന്നത് ആരാണ്? അതിൽ എന്താണ് പറയുന്നത്? ഏതായാലും ഫ്ലക്സ് ഉയർത്തിയത് ആരാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല, ആരുടെയും പേരതിലില്ല. പക്ഷേ ആ ഫ്ലക്സിന് ഒരു വ്യത്യസ്തത ഉണ്ട് എന്നുള്ളതാണ്. VS അച്യുതാനന്ദൻ്റെ ചിത്രമാണ് ഒന്നുള്ളത്, അതിനൊപ്പമാണ് കുഞ്ഞികൃഷ്ണൻ്റെ ചിത്രമുള്ളത്. അതിലെഴുതിയിരിക്കുന്നു, നിങ്ങൾ കാട്ടിയ പാതയിലൂടെ മുന്നോട്ടിനിയും മുന്നോട്ട് എന്ന് എഴുതിക്കൊണ്ടാണ് കണ്ണൂർ ഈ പയ്യന്നൂർ തായ്നേരിയിൽ ഇത്തരത്തിലൊരു ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഈ CPIM-നകത്ത് ഇത്തരത്തിൽ പയ്യന്നൂർ മേഖലയിൽ വലിയ വിഭാഗീയത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിന് തന്നെ അറിയുന്ന കാര്യമാണ്. അതിൻ്റെ തുടർച്ചയായ പല വിഷയങ്ങളും പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് അത് മാത്രമായി പാർട്ടി കാണുന്നില്ല എങ്കിൽ പോലും ഈ പയ്യന്നൂരിലെ വിഭാഗീയതയുടെ ഒക്കെ ഭാഗം തന്നെയാണ്. അത് കൂടുതൽ രൂക്ഷമാകുന്നതിൻ്റെ ലക്ഷണം കൂടിയാണ് ഇത്തരത്തിൽ ഈ ബോർഡുകൾ ഉൾപ്പെടെ പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് തായ്നേരിയിൽ പ്രത്യക്ഷപ്പെട്ട ബോർഡ് വളരെ ചെറിയ സമയത്തിനകം തന്നെ അവിടെ നിന്ന് എടുത്ത് മാറ്റുക കൂടി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കുഞ്ഞികൃഷ്ണനെതിരെ പോസ്റ്ററുകൾ വന്നിരുന്നു. ഒറ്റുകാരനാണ് കുഞ്ഞികൃഷ്ണൻ എന്ന തരത്തിലുള്ള വാചകങ്ങൾ എഴുതിക്കൊണ്ടുള്ള ബോർഡുകൾ വന്നിരുന്നു. ഏതായാലും പയ്യന്നൂർ മേഖലയിൽ CPIM-നകത്ത് ഈ കുഞ്ഞികൃഷ്ണൻ്റെ ഈ ആരോപണം ആവർത്തിക്കുന്ന പ്രതികരണത്തോടുകൂടി വലിയ രീതിയിൽ ഈ വിഭാഗീയത പല വഴിക്കായി ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി. ശരി നിഖിൽ, എന്തായാലും പയ്യന്നൂർ മേഖലയിലെ വിഭാഗീയത ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നതിന് വഴിവെക്കുന്നു എന്നുള്ളതാണ്. അക്കാര്യത്തിലാണ് ഇന്ന് പാർട്ടി വലിയ തരത്തിൽ പ്രതിരോധവുമായി എത്തിയത്. എം.വി. ജയരാജന്റെ വാക്കുകളൊക്കെയാണ് നമ്മൾ കേട്ടത്.